ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് പയർ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നാടൻ പയറാണ്. ഇത് അധികം മൂക്കാത്ത പയറാണ്. മെഴുക്കുവരട്ടിക്കും തോരനും ഒക്കെ അധികം മൂക്കാത്ത പയറാണ് നല്ലത്. സവാള എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ. മെഴുക്കുവരട്ടിക്ക് തേങ്ങ ചേർക്കുമ്പം കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുവേ. ഇനി ഇതിലേക്ക് ഈ സവാളയും പച്ചമുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ ഇതിലിട്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇതിൽ ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇതിൽ വെള്ളം ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഞാൻ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിത് തുറന്ന് നോക്കി 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. ഇത് വെന്തിട്ടില്ല കേട്ടോ. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഇത് വെന്തിട്ടില്ല, ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ. പയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാലേ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനിടയുണ്ട്. ഇത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചേർത്തുണ്ട്. മുളക് പൊടി കുരുമുളക് പൊടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളക് മാത്രമേ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. മെഴുക്കുവരട്ടി ഇതിലേക്ക് മാറ്റിയാണ്. പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.